ശിവാംഗിയുടെ അച്ഛനും അമ്മയ്ക്ക് സുഖാണോ? എന്റെ ദൈവമേ, ചെന്നൈയിൽ എവിടെ ഇറങ്ങിയാലും ഇതുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പേര് മറന്നുപോയോ. അത് നല്ല കാര്യല്ലേ അല്ലേ? മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യല്ലേ? അത് ശരി. അപ്പൊ ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെയായി. ഇപ്പൊ മിഞ്ചേച്ചിയും ചേട്ടനും ഒന്നും ഞങ്ങൾക്ക് ഒരു ഇതില്ല. ശിവാംഗിയുടെ അച്ഛനമ്മയ്ക്ക് സുഖമല്ലേ? പിന്നെ ഒരു സന്തോഷം ചോദിക്കാന്നറിയോ, ചേച്ചി ചേട്ടനൊക്കെ നല്ല ഒരുങ്ങി വന്നു. വല്ല കല്യാണക്കുറി തരാനാണോ വന്നത്? അതുമല്ലേ? ഞങ്ങള് വരുന്നത് ആരുടെ അടുത്തേക്കാ? ഒരു സൗന്ദര്യ ഞാൻ വിചാരിച്ചു ശിവാംഗിയുടെ ഒരു കുറിയൊക്കെ ആയിട്ട് നീ വരണേ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതാണെന്ന്. അതുപോലെ അടുത്ത ഞങ്ങള് ഇല്ല. അതിന് ആ കൊച്ചിന് തന്നെ തോന്നണ്ടേ, അതിന് ഇപ്പോഴും ഒരു 14 വയസ്സ് പോലെ അതിന്റെ വിചാരം ശിവാംഗിയുടെ. അപ്പം പക്ഷെ എന്നാലും ഞങ്ങൾ നിർബന്ധിക്കുന്നുണ്ട്. അതെ അതെ. പക്ഷേ നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യമല്ലേ ഇത്? ഫോഴ്സ് ചെയ്ത് അല്ല, നാച്ചുറൽ എന്ത് വേറെ കാര്യമുണ്ട് ചേട്ടാ. എന്നാന്നറിയാമോ, നമുക്ക് ഈ ഒരു വയസ്സായി കഴിയുമ്പം നമ്മുടെ പ്രായത്തിലാണെങ്കിൽ അപ്പനും അമ്മയും ഇങ്ങനെ കിടന്ന് പറയുവല്ലേ 10-23 വയസ്സായി കേട്ടെ, ഈ ഒരു സാധനം നമ്മുടെ ജീനിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ചേച്ചിയൊക്കെ ഇങ്ങനെ അലക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ കൊച്ചിന്റെ കാര്യം അല്ലേ? എപ്പോഴും. എന്നിട്ട് എനിക്ക് കുറെ ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കും, മോളെ കല്യാണം കഴിക്കുന്നത് ആരെ കൊണ്ടായിരിക്കും, ഏത് ജോലി? അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ പറയും പീഡിയാട്രീഷ്യൻ. കാരണം വെച്ചാൽ പിള്ളേരെ നോക്കൂലോ, അങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ പൈലറ്റ്, ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. എനിക്ക് കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇങ്ങനെ, ഞാൻ ഇന്നതാ എന്റെ കൊച്ചിനെ ആലോചിക്കാവോ എന്നുവെച്ചാൽ കൊച്ചിന് തമിഴ്നാട്ടിൽ ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് അല്ലേ. ചേച്ചി ശിവാംഗിയെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അപ്ഡേറ്റഡ് ആണ്. മോനെ കുറിച്ച് വലുതായിട്ട് ആർക്കും ഒന്നും അറിയില്ല. അതൊന്നും ഞങ്ങളോട് ഇനി കൊച്ചിനെ കുറിച്ച്. മോന്റെ പേര് വിനായക് സുന്ദർ. അവൻ ബിടെക് ബയോഇൻഫർമാറ്റിക്സ് കഴിഞ്ഞു. ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ്. ശരി. അതെ. അപ്പൊ മൊത്തം ഒരു കലാകുടുംബമാണ്. ഡാൻസിങ്, മറ്റേ ബ്രേക്ക് ഡാൻസ് ഒക്കെ ഇല്ലേ ഇപ്പോഴത്തെ? അത് ചേച്ചി കലയല്ലേ? പിന്നെ അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഭരതനാട്യം കുറച്ച് പഠിക്കുകയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ശരി. പുള്ളിക്ക് ഇഷ്ടം അതാണ്. ഫിലിമിൽ വരാനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് പുള്ളി ഒന്ന് എന്താ പറയണ, എന്റെ പേരെന്താണ്, ഇൻട്രോവേർട്ടാണ് പുള്ളി. ഓക്കെ. രാത്രിയൊക്കെ ആവുമ്പോൾ മുകളിലത്തെ നിലയില് അല്ല, ചേട്ടപ്പത്തായിരുന്നു ഇവൻ എന്നെ ഉറങ്ങാനും സമ്മതിക്കും. അതാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോ മേലേന്ന് ഭയങ്കര അടി. അച്ഛനും നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവന് രാത്രി ആകുമ്പോഴത്തേക്കും തുടങ്ങും. പക്ഷെ അവർക്ക് സമയം കിട്ടുന്നതും അതിരാവിലെ എവിടെയോ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന ഒരു ഫ്ലൈറ്റ് ടൈമിംഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒന്ന് ഉറങ്ങിയിട്ട് പോവാം എന്ന് വിചാരിക്കുമ്പോഴാണ്. അതെ അതെ, ഭയങ്കര ഇതായി. ഓക്കെ. ഈ മ്യൂസിക്, ചേട്ടനും ചേച്ചിയും മ്യൂസിക്കിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു കണ്ടുമുട്ടിയതും? അതോ അറേഞ്ച്ഡ് ആയിരുന്നോ? അതോ അതല്ലാന്നറിയാലോ, ചുമ്മാ ചോദിക്കുമ്പോ ചേച്ചിയൊക്കെ എടുത്തിട്ടു? കണ്ടുമുട്ടിയിട്ട് ഞങ്ങൾ അത് അറേഞ്ച് ചെയ്തു. ഒന്നും അല്ല കേട്ടോ, ചുമ്മാ നാളെ പറയണതാ. നമ്മൾ ലവ് മാരേജ് ആയിരുന്നു. ഓവറായി പോയോ? വർഷം 26 കഴിഞ്ഞു. കൃഷ്ണനാണോ? അതെ. ചേച്ചി ഇപ്പോഴും ഉണ്ടെന്ന് ചേട്ടൻ ചേർത്ത് കളയരുത്. ചേച്ചിക്ക് പോയെന്ന് ഇങ്ങനെയൊന്നും ഇല്ല. ഫ്രഷ് ആയിരിക്കണ്ടേ? അതെ. ചേച്ചി ചേച്ചിന്റെ പഴയ ചേട്ടൻ ഇപ്പോഴും ന്യൂ ജനറിലേക്ക് നിൽക്കുക. ഓക്കെ. അപ്പൊ ചേച്ചി എങ്ങനെ ചേട്ടനെ കാണുന്നതും? ആക്ച്വലി പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കലോത്സവത്തിൽ കൂടെയാണ് ആദ്യമായിട്ട് കണ്ടത്, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവല്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂൾ കലോത്സവത്തിലൊക്കെ ഭയങ്കര സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു 89-ല്. ഇടുക്കി, ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരേ ഒരു സ്റ്റേറ്റില് കലാതിലകം കിട്ടിയ ഒരു ആളപ്പൊ ഞാൻ ഈ കഥാപ്രസംഗം അതായിരുന്നു എന്റെ മെയിൻ വിഷയം. പാട്ടുണ്ട്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പം മെയിലില് പുള്ളിക്ക് ഫസ്റ്റ് ആണ്. മാർവനസ് കോളേജിന്റെ 75th ഇയർ ആയിരുന്നു. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. 5 കൊല്ലം ഞാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് മ്യൂസിക്കിന് വിന്നറായിരുന്നു, ഫസ്റ്റ് പ്രൈസ് കേരള യൂണിവേഴ്സിറ്റി. അന്ന് മുതൽ തുടങ്ങിയതാണിത്. ഇത് ചേച്ചി അതൊന്ന് പറഞ്ഞേ, ആ തുടങ്ങിയ രീതി ഒന്ന് പറഞ്ഞു. തുടങ്ങിയ രീതി ഫോണാണ്. അന്ന് ലാൻഡ് ഫോൺ ഉണ്ടല്ലോ. ലാൻഡ് ഫോണിൽ എന്റെ ചേട്ടന്റെ വീട്ടിലെ ഞാൻ നിന്ന് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങള് മോനേന്ദ്ര സാറിന്റെ അടുത്ത് പഠിക്കാൻ പോകുന്ന മോഹൻ സാറിന്റെ അടുത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. ഫോർച്ചുനേറ്റ്ലി എന്ന് നമുക്ക് പറയാം, സാറ് രാവിലെ ഞങ്ങൾ പോവും. സാറ് പഠിപ്പിക്കുന്ന കോമ്പോസിഷൻ വൈകുന്നേരം കൃഷ്ണൻ പോവും. ഒന്നായിരിക്കും. രാവിലെ ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹം കൃഷ്ണനെ പഠിപ്പിക്കണേ.
അപ്പൊ രാവിലെ ബിന്നി കൂട്ടരൊക്കെ ഒന്ന് പാടി എന്ന് പറയുമ്പം സാറ് എന്റെ കാര്യമൊക്കെ പറയും ഇങ്ങനെ. ഞങ്ങൾ ചെല്ലുമ്പോ സാറ് കൃഷ്ണന്റെയും അവിടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെയും കാര്യം പറയും. അപ്പോഴായിരിക്കും ഇദ്ദേഹം ചേട്ടനെ വയലിന് കച്ചേരി ഉണ്ട്, ഒരുപാട് ഭയങ്കര ബിസിയാ, വിളിക്കുന്നത്. ഞാനായിരിക്കും ഫോൺ എടുക്കുന്നത്. ഹലോ, പിന്നെ ഇന്ന് മോനേന്ദ്രൻ സാറ് പറഞ്ഞല്ലോ കാര്യം, ഇന്ന് ഭയങ്കര നന്നായി പാടിയെന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ ഞാനും അത് തന്നെയാണ് പഠിച്ചത്. ആണോ? അപ്പൊ ഫോണിലൊരു കീർത്തനമായി. മനസ്സിലായി. കീർത്തനം നമ്മൾ ആദ്യം പാടിയ കീർത്തനം ഏതായിരുന്നു? ചേട്ടനോ? അയ്യോ, എക്സ്പ്രഷൻ ഉണ്ടോ? ചേച്ചി അത് പാടുവാ കീർത്തനം. മാജാനിക്ക്. ഞാൻ മറക്കില്ല. ഓർമ്മയുണ്ട് ചേട്ടാ. എനിക്ക് അതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതൊക്കെ. അപ്പൊ എനിക്കല്ലേ സ്നേഹം കൂടുതല്. അതാണ് ഈ ആണുങ്ങളെ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ അല്ല. ഏതാ ചേച്ചി ഒന്ന് പാടിത്തരോ? പാടിക്കോ. माँ जानकी जटवटक, माँ जानकी जटवटक, महाराज वैती, माँ जानकी ജട്ടവട്ടക. ഇങ്ങനെ പോകും. അത് എന്ത് രസമല്ലേ, ക്ലാസിക്കൽ ഇതായതുകൊണ്ട് ഇത് പാടും. അത് കഴിഞ്ഞ് പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഞാൻ ഇംപ്രസ് ആയത് ടി വി ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു തില്ലാനയുണ്ട്. അപ്പൊ അത് അതിന്റെ കാസറ്റ് അപ്പം ചേട്ടന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് കേൾക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും കാസറ്റ് കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ വന്ന് 2 പാട്ട്, മറ്റേ ദാസ ദാസരമണയ ദാസാനുദാസ ഈശ ശ്രീരംഗ നിമമനയ ദാസ ദാസ ദാസരമണയ ദാസാനുദാസ. ചേച്ചി നമുക്ക് വർത്താനം പറയണ്ട ചേച്ചി, നമുക്കൊരു കച്ചേരി നടത്തിയാലോ? കാര്യം വർത്താനത്തെ കണ്ട് എന്ത് രസാ, ഇത് സ്വീറ്റ് ചേച്ചി ദേവി. ഓ താങ്ക് യു. അല്ല ഇതാ നടക്കുന്നേ ഫോണില്. എന്നിട്ട് ഇതിങ്ങനെ പാടിക്കൊണ്ട് രാവിലെ വെളുപ്പാങ്കാലം 4 മണി വരെ പാടി. ഒരു സിനിമയില്ലേ, നമ്മുടെ അഴകൻ സിനിമ. അപ്പൊ ആ അഴകൻ എന്നുള്ള സിനിമ ഭാനുപ്രിയയും മമ്മൂട്ടിയും കൂടെ ഉള്ള, അതൊക്കെ ഒട്ടും അതിശയോക്തി ഇല്ല കേട്ടോ. അന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു. Ali's Kitchen. Let's cook with love.